അപ്പോൾ പാത്തുമ്മയുടെ ആട് നേരായി പ്രസവിക്കാൻ പോകുകയാണ്. നല്ല കാര്യം, പ്രസവിക്കട്ടെ. എനിക്ക് സന്തോഷമായി. പ്രസവം എപ്പോഴാണ്? ആനുമ്മ എൻ്റെ മുറി അടിച്ചു വാരി കിടക്ക തട്ടിക്കുടഞ്ഞ് വെയിലത്തിട്ടു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ആടിന് വല്ലതും കൊടുത്തോ പെണ്ണേ? അതിനു കഞ്ഞിവെള്ളം കൊടുത്തു എന്ന് ആനുമ്മ പറഞ്ഞു. കഞ്ഞിവെള്ളം തന്നെ പോരാ, അതിന് പുല്ല് കൊടുക്കണം. കുറെ പിണ്ണാക്ക് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് കൊടുക്കുന്നത് ഉത്തമം. ഈ നിർദ്ദേശങ്ങൾക്കു ശേഷം കുറേയധികം പഴത്തൊലികളും ഒരു ചെറിയ പഴവും ആടിന് കൊടുക്കാനായി ആനുമ്മയെ ഏൽപ്പിച്ചു. ആനുമ്മ അരുമയോടെ എൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ ആടിന് കൊടുക്കുകയും ചെയ്തു. പക്ഷെ പെണ്ണുങ്ങൾക്ക് എന്തോ ഭീമമായ അബദ്ധം പറ്റിയെന്ന് എനിക്ക് തോന്നി. ആധാറിട്ടികൾ പെൺവർഗം തന്നെ, ഇത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്നാലും ഗർഭസമ്പന്നയായ പെണ്ണുങ്ങൾക്ക് ഇതാ വലിയൊരു പിശുക്ക് പറ്റിയിരിക്കുന്നു. എനിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആടിന് ഗർഭമില്ല. വയറു നന്നെ ചൊട്ടിയിരിക്കുന്നു. ആട് ചാമ്പമരത്തിന് ചുവട്ടിൽ വീണുകിടക്കുന്ന ചാമ്പങ്ങ തിന്നുകയാണ്. കൂട്ടത്തിൽ ഉമ്മയുണ്ട്. ഉമ്മ ചാമ്പങ്ങ പറക്കുകയാണ്. ചുവന്ന വലിയ മഞ്ഞുതുള്ളികൾ പോലെ, പച്ചിലകളുടെ ഇടയിൽ നിറിഞ്ഞിലുപോലെ ചാമ്പങ്ങയുമുണ്ട്. എൻ്റെ നേരെ മുമ്പിൽ മുറ്റത്ത് തൊട്ടടുത്ത് എൻ്റെ രക്തത്തുള്ളികൾ. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ വരുന്നു പാത്തുമ്മ. അത്ഭുതം തന്നെ, കൂട്ടത്തിൽ ഒരാടുമുണ്ട്. ഖദീജയും എന്നാൽ പാത്തുമ്മയുടെ കൂടെ വരുന്നു. ആടിന് ഗർഭമുണ്ട്. ഞാൻ ആനുമ്മയോട് ചോദിച്ചു, ഈ ആട് ഏത്? ആനുമ്മ പറഞ്ഞു, ഇതെൻ്റേതാ, ഇത്താത്ത തന്നത്. പാത്തുമ്മ ആനുമ്മയ്ക്ക് കൊടുത്തതാണ്. ഉമ്മ പറഞ്ഞു, പാത്തുമ്മയുടെ ആടിൻ്റെ മൂത്ത മകളാ. അപ്പോൾ ആനുമ്മയ്ക്കും ഒരാടുണ്ട്. അത് എൻ്റെ തൊട്ടടുത്ത് ആണ് താമസം എങ്കിലും ഞാൻ അറിഞ്ഞില്ല. രണ്ടിനെയും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല. രണ്ടും തവിട്ട് നിറത്തിൽ ഒരുപോലെ തന്നെ. പിന്നെ ഞാൻ ശരിക്കും നോക്കിയപ്പോൾ പാത്തുമ്മയുടെ ആടിന് കണ്ണുകൾക്ക് ചുറ്റും ഒരു കറുത്ത പാടുണ്ട്. വന്നപാടെ ആട് ഓടിപ്പുരയ്ക്കടുത്ത് അകത്ത് കയറി. പാത്തുമ്മയോട് ഞാൻ ചോദിച്ചു, എന്താ പാത്തുമ്മ, ആടും നീയും ഇന്നിത്ര താമസിച്ചത്? പാത്തുമ്മ സംഗതി വ്യക്തമാക്കി. കൊച്ചുണ്ണി വാങ്ങിച്ചു കൊടുക്കുന്ന പുല്ല് രാത്രിയിലേക്കുള്ളതാണ്, മതിയാകുന്നില്ല. ഗർഭമുള്ളതല്ലേ, അതുകൊണ്ട് ചില പറമ്പുകളിലും പാടത്തും പോയി മറ്റുള്ളവർ പറിക്കുന്നതിനു മുമ്പ് നേരത്തെ ആടിന് പുല്ലും പറിച്ചു കൊടുക്കണം. പാത്തുമ്മ അപ്പുറത്തു പോയി നാത്തൂന്മാരോടും അനിയത്തിമാരോടും തട്ടിക്കയറി പാത്തുമ്മയുടെ ആടിന് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം പോരാ, അത് അവളെടുത്ത് അവിടെ ആടിന് കൊടുത്തു. എന്നാൽ നാത്തൂന്മാരൊന്നും നോക്കേണ്ട, ഒരു നാത്തൂൻ പോര് കേൾക്കാമെന്ന് ഞാൻ കൊതിച്ചു. നാത്തൂൻ പോരോ അമ്മായി പോരോ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉമ്മയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. എല്ലാവരെയും കണക്കിന് ശാസിക്കുന്നുണ്ട്. അപ്പോൾ ആനുമ്മയുടെ ശബ്ദം കേട്ടു, എൻ്റെ ആടിന് കഞ്ഞിവെള്ളം കുറച്ചേ കൊടുത്തുള്ളൂ, കുറച്ച് ഞങ്ങൾ കുടിച്ചു, ബാക്കി വെച്ചിരിക്കുന്നു. ഞാൻ കൊടുത്ത പഴത്തൊലി ആനുമ്മയുടെ ആടാണ് തിന്നതെന്ന പരമരഹസ്യം ആരോടും ഞാൻ പറഞ്ഞില്ല. മതി മതി, നീയൊന്നും പറയണ്ട, പാത്തുമ്മയുടെ പരാതി ഉമ്മ പറഞ്ഞു. കപ്പക്കിഴങ്ങും തിന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കണം. ഞങ്ങൾ കുറച്ചേ കുടിച്ചോളൂ, നിന്റെ ആടിന് മുഴുവനും വെച്ചിരിക്കുന്നു. ഈ കപ്പക്കിഴങ്ങു തിന്നിട്ട് കഞ്ഞിവെള്ളം കുടിക്കണമെന്ന് പറഞ്ഞല്ലോ. കപ്പക്കിഴങ്ങ് എപ്പോൾ തിന്നുന്നു തിരക്കിയപ്പോഴല്ലേ ദയനീയ രഹസ്യം മനസ്സിലാകുന്നത്. ഉമ്മ, ആനുമ്മ, യേശോമ്മ, കുഞ്ഞാനുമ്മ, ഇത്രയും പേർ നേരാംവണ്ണം ചോറുണ്ണാറില്ല എന്ന് വെച്ചാൽ അവർക്ക് കിട്ടാറില്ല എന്നർത്ഥം. ആണുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും മാത്രമേ ചോറുള്ളൂ. ബാക്കിയുള്ളവർ കപ്പക്കിഴങ്ങു തിന്നു ജീവിക്കുന്നു. പകൽ 11 മണിയോടെ പൂളക്കിഴങ്ങ് ഉണക്കിയത് ഇടിച്ചു പൊടിച്ചു തേങ്ങാപ്പീരെ ഉപ്പും ചേർത്ത് പുഴുങ്ങി പുട്ടായി തിന്നും. ഒരു നുള്ളു തേയില, അതും മിക്കപ്പോഴും സുലൈമാൻ കൊടുക്കുന്നതായിരിക്കും. ചൂടുവെള്ളത്തിലിട്ട് പഞ്ചസാരയോ പാലോ കൂടാതെ കുടിക്കും. എന്നിട്ട് ജോലിയാണ്, എല്ലാവർക്കും പിടിപ്പതുണ്ട്. ആണുങ്ങൾ ഉണ്ണാൻ സമയത്തേ വരൂ, പെണ്ണുങ്ങളാണ് ദുരിതം അനുഭവിക്കുന്നത്. ഇതെന്റെ വീട്ടിൽ മാത്രമുള്ളതല്ല,
മിക്ക എല്ലാ ഇടത്തരക്കാരുടെ വീടുകളിലും ഇതാണ് അനുഭവം. സ്ത്രീകൾ മഹനീയമായ സേവനം അനുഷ്ഠിക്കുന്നു. ഇതെന്തുകൊണ്ട് പുരുഷന്മാർ അറിയുന്നില്ല? അബ്ദുൽ ഖാദറിന്റെ കെട്ടിയോൾ കുഞ്ഞാനുമ്മയുടെ ശബ്ദം കേട്ടു. പാത്തുമ്മ താത്ത, ആട് പെറുമ്പൻ ഞങ്ങളെ മറക്കല്ലേ. സുബൈദാക്ക് കുറച്ച് പാല് കൊടുക്കണം. ഹനീഫയുടെ കെട്ടിയോൾ ഐഷുമ്മ ഗൗരവത്തിൽ ചോദിച്ചു. എന്റെ റഷീദിന് പാല് കുടിച്ച് ഇറങ്ങുകയല്ലേ? സുലൈമാന്റെ കെട്ടിയോൾ ആനുമ്മ ലേശം പരിഹാസത്തോടെ പറഞ്ഞു. സയ്യിദ് മുഹമ്മദിനും പാല് കുടിച്ചാൽ വലിയ കുറച്ചിലൊന്നും വരാനില്ല. ആനുമ്മ സ്കൂളിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. സാമാന്യം വിദ്യാഭ്യാസമുണ്ട്. പാത്തുമ്മ ചേട്ടത്തിയാണെങ്കിലും വിദ്യാഭ്യാസം കുറവാണ്. അതുകൊണ്ട് പാത്തുമ്മ ലേശം ദേഷ്യത്തോടെ പറഞ്ഞു. മതി മതി, നിന്റെ തൊലി പൊളിച്ചുള്ള പഴക്ക.